ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനാണ് ലീഡ് കോഡ് 347 ടോപ്പ് കെ ഫ്രീക്വൻറ്റ് എലമെൻറ്റ്സ്. അപ്പം ഈ ക്വസ്റ്റ്യനിൽ സിമ്പിളാണ്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അതായത് നമുക്കൊരു നമ്പർ ഓഫ് അറേ തന്നിട്ടുണ്ടാവും, പിന്നെ ഒരു ഇൻറ്റീജർ കെയും തന്നിട്ടുണ്ട്. നമ്മൾ എന്താ റിട്ടേൺ ചെയ്യേണ്ടത് വെച്ചാൽ ടോപ്പ് കെ നമ്പർ ഓഫ് ഫ്രീക്വൻറ്റ് എലമെൻറ്റ്സിനെ തിരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം ഫസ്റ്റത്തെ എക്സാമ്പിളിൽ കെ ഇസിക്കൽ 2 തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ഒക്കർ ചെയ്യുന്ന രണ്ട് നമ്പർ, ആ രണ്ട് നമ്പറിനെ നമ്മൾ തിരിച്ച് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം 1 എന്നുള്ളത് 3 തവണ വരുന്നുണ്ട്, 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 3 ഒരു തവണ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഇവർ രണ്ടുപേരാണ്. അപ്പം നമുക്ക് കെ ഇസിക്കൽ 2 ആയതുകൊണ്ട് ഇവർ രണ്ടുപേരും നമ്മൾ റിട്ടേൺ ചെയ്യും. ഓക്കെ, 1 ഉം 2. അപ്പോൾ അതാണ് ഇവിടെ ആൻസർ, 1 ഉം 2. ഇപ്പോൾ ഇത് വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് 1 1 1, പിന്നെ 2 2, പിന്നെ 3 3 3 എന്ന് എടുക്കാം, പിന്നെ 4, പിന്നെ 5, പിന്നെ 6. ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം ഇതും 3 തവണ ഉണ്ട്, ഇതും 3 തവണ. കെ ഇസിക്കൽ 2 ആണ് ഇവർ രണ്ടുപേരേക്കും റിട്ടേൺ ആവുക. ഓക്കെ, 1 ഉം 3 ആയിരിക്കും. പക്ഷേ ഇപ്പോൾ കെ ഇസിക്കൽ 3 എന്നാണെന്നുണ്ടെങ്കിൽ ഈ 2 കൂടി ഇൻക്ലൂഡ്, അപ്പോൾ 1, 2, 3 എന്നേക്കാരം ആൻസർ വരിക. ഓക്കെ, അപ്പം ടോപ്പ് കെ നമ്പർ ഓഫ് എലമെൻറ്റിനെയാണ് നമ്മൾ മോസ്റ്റ് ഫ്രീക്വൻറ്റ് എലമെൻറ്റിനെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പം ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും, കാരണം ഇതിൻ്റെ നൈവ് അപ്രോച്ച് വളരെ സിമ്പിളാണ്, ഈസിയാണ്. അപ്പം നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. പക്ഷേ നമ്മളെ ഉദ്ദേശം എന്താ, വെറുതെ ഒരു സൊല്യൂഷൻ കിട്ടിയാൽ പോരല്ലോ, നമുക്ക് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ തന്നെ വേണം. അതായത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആൻഡ് ഏറ്റവും ബെസ്റ്റ്, കോംപ്ലക്സിറ്റി വൈസ് ഏറ്റവും കുറവുള്ളതും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് നമ്മളിവിടെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആ ഒരു പാർട്ടിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് ആദ്യം ഇതിൻ്റെ നൈവ് അപ്രോച്ച് എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. ഓക്കെ, ഇതിൻ്റെ നൈവ് അപ്രോച്ച് എന്താ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അരയെന്ന് ഇതിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ഇങ്ങനെ അറിയാം. അതിൽ ഒരു നമ്പേഴ്സ് എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ അറിയാൻ പറ്റുക. അതിന് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്, അതായത് ഇങ്ങനത്തെ ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഹാഷ് മാപ്പ്, അല്ലെങ്കിൽ പൈത്തണിലാണ് നമ്മൾ ഡിക്ഷണറി. ആ ഡിക്ഷണറിയിൽ തന്നെ കൗണ്ടിങ് യൂസ് ചെയ്യാൻ കൗണ്ടർ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പം അതിന് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് വേണമെങ്കിൽ പൈത്തണിൽ ഡിക്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, ഡിക്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതിലിങ്ങനെ ആഡ് ചെയ്ത് ഉണ്ടാക്കാം. അല്ലെങ്കിൽ പൈത്തണിൽ തന്നെ ഒരു സംഭവമുണ്ട്, കൗണ്ടർ എന്ന് പറയും. ഓക്കെ, കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട് പൈത്തണിൽ, കൗണ്ടർ ഉണ്ട്. ഇത് നമ്മളെ എന്താ പറയുക, ഒരു ലൈബ്രറി ഉണ്ട്, കളക്ഷൻസ്. അപ്പോൾ കളക്ഷൻസിൽ പോയാൽ അപ്പം ഫ്രം കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാനേ ഉള്ളൂ. ഫ്രം കളക്ഷൻസ് ഇമ്പോർട്ട് കൗണ്ടർ എന്ന് കൊടുത്താൽ ഈ സാധനം വരും. അപ്പോൾ ഇത് ബേസിക്കലി ഒരു ഡിക്ഷണറിയാണ്, പക്ഷേ ഇതിലുള്ള ഡിഫോൾട്ട് നമ്പർ വാല്യൂ എല്ലാത്തിനും 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ ആഡ് ചെയ്ത് +1 ഇട്ടിട്ടു. അപ്പം തൽക്കാലം ഇത് ഞാൻ നിങ്ങളൊരു ഇൻഫർമേഷന് ഇട്ടതാണ്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ തൽക്കാലം ഡിക്റ്റ് വെച്ചിട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഈ ഡിക്റ്റ് വെച്ചിട്ട് നമ്മളിത് എങ്ങനെ ചെയ്യുക? അപ്പോൾ നമ്മളാദ്യം 1 ഇടും. 1 എത്ര തവണ അങ്ങനെ വരുന്നുണ്ട് നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കും. 1 2 3, അപ്പോൾ 3 തവണ വരുന്നുണ്ട്. പിന്നെ 2 വരുന്നുണ്ട്. 2 എത്ര തവണ വരുന്നുണ്ട്? 2 തവണ. പിന്നെ 3 വരുന്നുണ്ട്. എത്ര തവണ വരുന്നുണ്ട്? 1 തവണ. അപ്പോൾ ഇതാണ് നമ്മളെ ഡിക്ഷണറി അല്ലേ. അപ്പം ഇതാണ് നമ്മൾ ഡിക്ഷണറിയായി. ഇനി എത്ര എലമെൻറ്റ് നമുക്ക് റിട്ടേൺ ചെയ്യണം? 2 എലമെൻറ്റ്. അപ്പോൾ ഈ 2 എലമെൻറ്റ് റിട്ടേൺ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമ്മളൊന്ന് സോർട്ട് ചെയ്യേണ്ടി വരും അല്ലേ. ഈ ഡിക്ഷണറീനെ ഒന്ന് നമ്മൾ സോർട്ട് ചെയ്തിട്ട് ഏതാണ് ഏറ്റവും ടോപ്പ് വാല്യൂ വൈസ് ഏതാണ് ഏറ്റവും കൂടുതൽ അത് മേലാണ്. അപ്പം ഓൾറെഡി ഈ ഡിക്ഷണറി സോർട്ടഡ് ആണ് ഞാൻ എഴുതിയപ്പോൾ. അപ്പം അല്ലെങ്കിൽ ഇപ്പം കുറേ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ സോർട്ടഡ് ആവില്ല. അപ്പോൾ നമ്മൾ അതൊന്ന് സോർട്ട് ചെയ്തിട്ട് വെക്കുക. അങ്ങോട്ട് സോർട്ട് ചെയ്തിട്ട് നമുക്ക് ഡിക്ഷണറി കിട്ടും. ഓക്കെ, ആ ഡിക്ഷണറിയാണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് സോർട്ട് ചെയ്തു. അപ്പോൾ ഇത് കിട്ടി. ഇനി ഇതിൽ എന്ത് ചെയ്യും? കെ ഇസിക്കൽ 2, അതായത് ടോപ്പ് 2 എലമെൻറ്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇറ്ററേറ്റ് ചെയ്യുക 2 തവണ. ഒന്ന് ഇതിന് നമ്മൾ ആൻസറായിട്ട് റിട്ടേൺ ചെയ്യും. രണ്ടാമത്തെ ഇറ്ററേറ്റ് ചെയ്യുമ്പോൾ കെ കഴിഞ്ഞു. അപ്പോൾ ഇത് 2 ആൻസറായി. അപ്പോൾ 1 2 എന്നുള്ളത് നമ്മൾ തന്നാണ്ട് ഇവിടെ സോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് വളരെ നൈവായിട്ടുള്ള അപ്രോച്ച്. അപ്പം ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്താണ്? നമുക്കിവിടെ ആദ്യം ഒരു കൗണ്ടർ അല്ലെങ്കിൽ ഡിക്ഷണറി ഉണ്ടാക്കണം, എത്ര ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു തവണയാണ് ഇത് ലൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓഫ് n ആയത്. സോർട്ട് ചെയ്യാൻ എത്ര ആവും? അപ്പം ബൈ ഡിഫോൾട്ട് സോർട്ടിങ് എപ്പോഴും ഏറ്റവും ബെസ്റ്റ് സോർട്ടിങ് കാൽക്കുലേറ്റ് എത്ര? n log n ആണ്. n log n ആണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം ഓഫ് n log n എടുത്ത്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ഇതിലേറ്റവും ടോപ്പ് സാധനം. അപ്പോൾ 2 തവണ അത് ഇറ്ററേറ്റ് ചെയ്തത്. അപ്പോൾ ഓഫ് കെ അല്ലേ. ഇതിലേറ്റവും ഹയസ്റ്റ് ഇവനാണ് n. ഇതൊക്കെ പ്ലസ് ആയതുകൊണ്ട് ഇതിലേറ്റവും ഹയസ്റ്റിന് കൊടുക്കില്ല n log n. അപ്പം ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റിയാണ് n log n. ഓക്കെ, ഇതാണ് നമ്മളെ നൈവ് സൊല്യൂഷൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇതൊന്ന് നിങ്ങൾ കോഡ് ചെയ്ത് നോക്കുക. അപ്പം ഇത് കോഡ് ചെയ്യേണ്ട 3 സ്റ്റേജസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊരു ഫ്രീക്വൻസി കൗണ്ടർ ഉണ്ടാക്കുക, പിന്നെ അത് സോർട്ട് ചെയ്യുക, വാല്യൂ വൈസ് സോർട്ട് ചെയ്യുക, എന്നിട്ട് അതിൽ ഏറ്റവും കെ ഈക്വൽ ടു 0 ആവുന്നവരെ അല്ലെങ്കിൽ കെ എം ടി ആവുന്നവരെ ഇറ്ററേറ്റ് ചെയ്തിട്ട് ആ ആൻസർ നമ്മൾ റിസൾട്ടിലിടുക, എന്നിട്ട് റിട്ടേൺ ചെയ്യുക. ഓക്കെ, അപ്പം
നൈവ് സൊല്യൂഷൻ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പം തന്നിരിക്കുന്ന ഫ്രീക്വൻസി ഡിക്ഷണറി ഞാനിപ്പോൾ കളയുന്നില്ല. അപ്പോൾ നമ്മളിവിടെ അതുപോലെ എഴുതാം. ടു ടൈംസ് വന്നിരിക്കുന്നു ആൻഡ് 3 ഒരു തവണ. ഓക്കെ, സോ ഇതാണ് ഇവിടെ വെക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ചുകൂടി ബെറ്റർ ആക്കാനുള്ള വേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം ഡിക്ഷണറി, ഇതിപ്പോൾ നമ്മൾ ഫ്രീക്വൻസി കൗണ്ടർ ആട്ടോ, ഈ ഒരു ഡിക്ഷണറി ഇത് നമ്മൾ ഫ്രീക്വൻസിയാണ് ഇതിലിപ്പോൾ കാൽക്കുലേറ്റ്. ഞാൻ എന്ത് ചെയ്യും, ഈ ഫ്രീക്വൻസിൻ്റെ ഒരു റിവേഴ്സ്, അതായത് ഓരോ കൗണ്ടിന് ഏതൊക്കെ എലമെൻറ്റ് വന്നിട്ടുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതിന് ഞാൻ കൗണ്ട് എന്നുള്ള പേര് വിളിക്കുന്നു. അവിടെ അറിയാം 3 തവണ ഏതൊക്കെ എലമെൻറ്റ്സ് വന്നിട്ടുണ്ടെന്ന് എഴുതും. അതുപോലെ 2 തവണ ഏതൊക്കെ എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്, 1 തവണ ഏതൊക്കെ എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനൊരു സാധനം ഞാൻ ഇവിടെ ജസ്റ്റ് എഴുതി വെക്കും. ഓക്കെ, അപ്പം ഇത് നമ്മൾ എഴുതി വെക്കും. എന്നിട്ട് നമ്മളെ പോയിൻ്റ് എന്താ, നമ്മൾ ഇനി ഇവിടെ ഹീപ്പിന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഹീപ്പ് എന്ന് വെച്ചാൽ എന്താ, ഹീപ്പ് എന്നുള്ളത് ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. ഓക്കെ, സോ ഹീപ്പ് നമ്മൾ വരക്കുമ്പോൾ അതൊരു ട്രീ പോലെയാണ് വരക്കുക. ഓക്കെ, പക്ഷേ ഇത് ടെക്നിക്കലി ഒരു ട്രീ അല്ല, ഒരു പ്രയോറിറ്റി ക്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് സിനോണിം എന്ന് പറയുന്നത്, പ്രയോറിറ്റി ക്യൂ. ഈ പ്രയോറിറ്റി ക്യൂ അല്ലെങ്കിൽ ഹീപ്പ് രണ്ടും ഒരു സാധനം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇത് ബേസിക്കലി ഞാൻ എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യൽ ഒരു ട്രീ പോലെ ഇങ്ങനെ വരച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു സൈസ് നമ്മൾ കൊടുക്കും. അപ്പം ഈ ഹീപ്പിന് ഇപ്പോൾ ഞാൻ 3 സൈസ് കൊടുക്കണമെങ്കിൽ ഇത്രയേ ഉണ്ടാവുള്ളൂ, 3 എലമെൻറ്റ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വാല്യൂ എപ്പോഴും ചെറിയ എലമെൻ്റ് ആയിക്കാരും. അങ്ങനെയാണ്, അതായത് മിൻ ഹീപ്പ് ആയിക്കാരും ഇത് എപ്പോഴും ഉണ്ടാവുക. ഐ മീൻ പൈത്തണിലൊക്കെയാണ് ബൈ ഡിഫോൾട്ട് മിൻ ഹീപ്പാണ്. പക്ഷേ ഹീപ്പ് എപ്പോഴും 2 ടൈപ്പ് ഉണ്ട്, മിനിമം ഉണ്ട് മാക്സിമം ഉണ്ട്. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ അടുത്തിപ്പോൾ ഒരു നമ്പർ ഉണ്ട് 3 1 2 എന്ന് ഇട്ടുക. അപ്പോൾ ഈ 3 നമ്പർ നമ്മൾ ഇതിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം 3 ഇട്ട്, ഓക്കെ, പിന്നെ 1 ഇട്ട്. അപ്പോൾ ഇങ്ങനെ 1 ഇട്ട് കഴിഞ്ഞാൽ പൈത്തണിൽ ബൈ ഡിഫോൾട്ട് മിൻ ഹീപ്പാണ് ഉള്ളത്. അപ്പോൾ ഇതെന്താവും, ഇത് ഓട്ടോമാറ്റിക്കലി ഇത് ട്രാൻസ്ഫോമായിട്ട് 1/3 എന്നാവും. ഓക്കെ, നമ്മൾ ഹീപ്പ് പുഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ. പിന്നെ അടുത്ത എലമെൻറ്റ് നമ്മൾ 2 ഇടും. ഓക്കെ, 2 ഇനിയിപ്പം ഇത്രേ ഉള്ളൂ, കറക്റ്റേക്കാരും ഇങ്ങനെ തന്നെ വരും. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് വേറൊരു എലമെൻറ്റ് ഉണ്ട്, ഇതിനിപ്പം 0 എന്നിടാം. ഓക്കെ, 0 എന്നുള്ളൊരു എലമെൻറ്റ് വരികയാണെങ്കിൽ നമ്മൾ അതിനെ ഇവിടെ എവിടെയെങ്കിലും ആഡ് ചെയ്യാമെന്ന് എഴുതിക്കോ. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇത് വീണ്ടും ട്രാൻസ്ഫോം ആയിട്ട് 0 മേലെ വരും, എന്നിട്ട് 1 അടിയിൽ വരും, 2 ഇവിടെ വരും, 3 ഏറ്റവും അടിയിൽ വരും. ഓക്കെ, അപ്പോൾ ഇതിന് എപ്പം പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ പോപ്പ് പറഞ്ഞാൽ റൂട്ട് എലമെൻറ്റാണ് എപ്പോഴും പോപ്പ് ആവുക. ഓക്കെ, റൂട്ട് തന്നെയാണ് പോപ്പ് ചെയ്യുന്നത് വിചാരിച്ചോ. എപ്പോൾ നമ്മൾ പോപ്പ് അടിച്ച് കഴിഞ്ഞാലും എന്തേ കാര്യം ഫസ്റ്റ് റിട്ട് ഏറ്റവും മിനിമം എലമെൻറ്റ് എന്താണോ അതേ കാര്യം. അപ്പം ഞാൻ ഈ ഹീപ്പ് ഡോട്ട് പോപ്പ് എന്ന് വെച്ചാൽ ആദ്യം 0 വരും, പിന്നെ ഹീപ്പ് ഡോട്ട് പോപ്പ് അടിച്ചാൽ 1 വരും, പിന്നെ 2 വരും, പിന്നെ 3 വരും. അപ്പം ഈ ഓർഡറിലേക്കല്ല എപ്പോഴും അത് വരും. അപ്പം പൈത്തണിൽ അതിങ്ങനെയാണ്. പക്ഷേ ഇതിപ്പം നമുക്ക് മാക്സ് ഹീപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ വാല്യൂസിനൊക്കെ നമ്മൾ നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. ഇതിനൊക്കെ നെഗറ്റീവ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് റിട്ടേൺ ആകുമ്പോൾ ഒക്കെ -3 -2 -1. അപ്പം ഇതിനൊന്ന് നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് ആയിക്കോളും. അപ്പം ഇങ്ങനെയാണ് പൈത്തണിലുള്ള ഷോർട്ട് കട്ട്. ഓക്കെ, മിൻ ഹിപ്പ് മാക്സ് ഹിപ്പ്. അപ്പം ഈ ഒരു റഫ് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കൗണ്ടില്ലേ, ഈ കൗണ്ടിനെയാണ് നമ്മൾ ഇനി ഹീപ്പിലേക്ക് ഇടാൻ പോകുന്നത്. കൗണ്ടിനെ ഹീപ്പിലേക്ക് ഇട്ടിട്ട്, അപ്പം ഈ കൗണ്ടിനെ എല്ലാവരെയും ഹീപ്പിലിട്ട് എന്താ ഉണ്ടാവുക, 1 ആണ് ഏറ്റവും ചെറുത് അല്ലേ, 1 ഇവിടെ വരും, പിന്നെ 2 കൗണ്ട് എന്ന് വരും, പിന്നെ 3 കാര്യം വരും. അപ്പം പക്ഷേ നമ്മൾ ഈ ഹീപ്പിൻ്റെ ലെങ്ത് നോക്കും, ഹീപ്പിൻ്റെ ലെങ്ത് ഇപ്പോൾ 3 ആണ്. ഓക്കെ, നമ്മൾ തന്നിരിക്കുന്ന കെ എത്രയായിരുന്നു, k = 2. അപ്പം നമ്മൾ എന്ത് ചെയ്യും, k = 2, അതായത് ഹീപ്പിൻ്റെ ലെങ്ത് 2 ആവുന്നവരെ നമ്മൾ ഇതിനെ പോപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ 1 ആദ്യം എടുത്ത് കളയും. 1 എടുത്ത് കളഞ്ഞാൽ ബാക്കി ആരാളെ 2ഉം 3ഉം ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ലെങ്ത് എത്രയാണ് 2, അപ്പോൾ k = ഇത് 2. അപ്പോൾ ഇത് രണ്ടും കറക്റ്റായി. ഓക്കെ, ഇപ്പോൾ ഇവർ രണ്ടുപേരും 2 അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇനി ഇതിനെ റിട്ടേൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ റിട്ടേൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അപ്പം ഇത് ശരിക്കും കൗണ്ട് ആവട്ടെ, ഇത് ശരിക്കും വാല്യൂ അല്ല. അപ്പോൾ നമ്മൾ 2 റിട്ടേൺ ചെയ്യുമ്പോൾ 2 ഇവിടെ നോക്കും, 2ൻ്റെ വാല്യൂ ആരാണ്. ഇത് ചിലപ്പോൾ 2 ചിലപ്പോൾ ഇവിടെ ചിലപ്പോൾ 2-ലേറെ നമ്പേഴ്സ്, അപ്പോൾ പുതിയൊരു നമ്പർ ഉണ്ട് 4, അപ്പോൾ അത് 4 ആണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യും, ഇതിൽ ജസ്റ്റ് നോക്കും എന്ത് ഇവരെത്ര എണ്ണം ഉണ്ടെന്ന്. ഇപ്പോൾ 1 ആണെന്നുണ്ടെങ്കിൽ റിസൾട്ടിൽ നമ്മൾ ഒരൊറ്റ വാല്യൂ ഉള്ളതെന്നുണ്ടെങ്കിൽ റിസൾട്ട് നമ്മൾ 2 എന്ന് മാത്രം എടുക്കും. ഇപ്പോൾ 2 വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ 4. അപ്പോൾ ഇത് k = 2, റിസൾട്ടിൻ്റെ ലെങ്ത്ത് 2 ആയിട്ടുണ്ടെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ ജസ്റ്റ് 2നെ ആഡ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ 3 എടുക്കും. 3 എടുക്കുമ്പോൾ 1 ആണ് വാല്യൂ വരുന്നത്, അപ്പോൾ 1 ഇവിടെ ആഡ് ചെയ്യും. ഇപ്പോൾ റിസൾട്ടിൻ്റെ കൗണ്ട് 2 ആയി, ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പം ഇതാണ് വേറൊരു അപ്രോച്ച്, അതായത് ഹീപ്പ് യൂസ് ചെയ്താണ്ട്. ഇതിലിപ്പോൾ എന്താണ് ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ഈ ഫ്രീക്വൻസി കൗണ്ടർ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ ഓഫ് എന്നിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതും വീണ്ടും സെയിം ഫ്രീക്വൻസി കൗണ്ടറാണ്, പക്ഷേ റിവേഴ്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതും ഓഫ് എന്നിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഹീപ്പിലേക്ക് ഇടുന്നത് ഹീപ്പിൻ്റെ ഫംഗ്ഷന് ബേസിക്കലി എത്ര നമ്മൾ കുറേ മീൻസ് കുറേ തവണ ഇത് ചെയ്യുന്നില്ല, ആകെ k = 2 അല്ലെങ്കിൽ k ടൈംസ് മാത്രം ഇത് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ബേസിക്കലി ഇത് 3 ലെങ്ത്ത് വരില്ല. ഓക്കെ, ഇതിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യം ഈ 2 വാല്യൂ വെച്ചിട്ട് തന്നെ ആദ്യം ഇപ്പം ഫോർ എക്സാമ്പിൾ 3 ഇടും,
പിന്നെ 2 ഇടും, പിന്നെ 1 ഇടുമ്പോൾ ബേസിക്കലി ഇനി 1 ഇടുമ്പോൾ നമ്മൾ നോക്കും ഈ 1 ഇതിനേക്കാളും ചെറുതാണെങ്കിൽ ഇടണ്ട. അങ്ങനെ വെച്ചിട്ട് വെറുതെ ഇവിടെ ഇങ്ങനെ പോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ നമുക്കിങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ കൗണ്ട് നോക്കിയിട്ട് ചെയ്താലും മതി. ഓക്കെ, കാരണം എപ്പോഴും വലിയ നമ്പറാണെങ്കിൽ മാത്രം ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ആഡ് ചെയ്യണ്ട എന്നുള്ള ഇതിൽ ചെയ്താലും മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് വെറും k ടൈംസ് ചെയ്താൽ മതി. അപ്പം ഇതിൻ്റെത് k log n ആണ് ഇതിൻ്റെ കോംപ്ലക്സിറ്റി വരുന്നത്. ഓക്കെ, അപ്പം അതാണ് ഒന്ന്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെന്താ, നമ്മൾ തിരിച്ച് ഇതിലിങ്ങനെ നോക്കണമല്ലോ ഓരോന്നിൽ എത്ര തവണ ഉണ്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് എത്ര ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ലിസ്റ്റ് കണ്ടില്ല, ഇതിലിപ്പോൾ 2 തവണ നമ്മൾ പോകണം. അപ്പോൾ അത് നമ്മൾ ആണെന്ന് വിചാരിക്കുക. അതായത് തന്നിരിക്കുന്ന ലിസ്റ്റിൽ എല്ലാതും സെയിം ആണെന്നുണ്ടെങ്കിൽ ഇതിൽ മൊത്തം കയറി പോകേണ്ടി വരും. അല്ലെങ്കിൽ ഒരേപോലത്തെ ഇപ്പോൾ 2 ഒരു 5-6 നമ്പർ 2 തവണ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കുറേ ഉണ്ടാവും, 5-6 നമ്പർ ഇതിലുണ്ടാവും. അപ്പം അതിലൂടെ നോക്കണം, അത് ഓഫ് തന്നെ. അപ്പോൾ ബേസിക്കലി ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും വലുത് k log n ആണ്. അപ്പം ഇതിൻ്റെ മൊത്തം കോംപ്ലക്സിറ്റി k log n ലെത്തി. ഗിവൺ ദാറ്റ് k ഈസ് ലെസ് ദാൻ n, k n-നേക്കാളും ചെറുതാണെന്നുണ്ടെങ്കിൽ k log n. അപ്പോൾ ഇത് മറ്റേ ഫസ്റ്റ് കാണിച്ച സൊല്യൂഷനേക്കാളും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, k log n ലെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത് കുറച്ചുകൂടി ബെറ്റർ സൊല്യൂഷനാണെന്നേ ഉള്ളൂ. ഇത് നമ്മളെ ഫൈനൽ സൊല്യൂഷനല്ല. നിങ്ങളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ആദ്യം പറഞ്ഞ സൊല്യൂഷനിൽ നിന്ന് തുടങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അത് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, അത് ഈസിയാണ് മനസ്സിലാക്കാൻ. മേലെ പറഞ്ഞിട്ടുള്ള സൊല്യൂഷന് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഇനി രണ്ടാമത്തത് ഞാൻ എന്ത് ചെയ്ത് നമ്മളെ നടുക്കത്തെ സോർട്ടിങ് മെക്കാനിസം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഹീപ്പിനൊക്കെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഹീപ്പ് ഡാറ്റ സ്ട്രക്ചറൊക്കെ യൂസ് ചെയ്ത് n log n എന്നുള്ളത് സോർട്ടിങ്ങിൻ്റെ കോംപ്ലക്സിറ്റി മറ്റേ k log n-ലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ശരിക്കുള്ള ഒരു നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു സൊല്യൂഷനിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ക്വസ്റ്റ്യന് ഗൂഗിളിലും ആപ്പിൾ പിന്നെ യൂബർ ഇവരുടെയൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു വാമപ്പ് ക്വസ്റ്റ്യനും കൂടിയാണിത്. അപ്പം ഇവർ ഈ ചോദിച്ചിട്ട് പിന്നെ ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് കയറിയിട്ടാണ് ഈ മൂന്നാമത്തെ സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ എന്ന് നോക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്നോടും ഇൻ്റർവ്യൂവിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ, അതായത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് എത്തണ്ടേ. അപ്പം ഇതിൻ്റെ ഏറ്റവും എഫിഷ്യൻ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ട്രിക്കാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മളെ മെയിൻ ഉദ്ദേശം തന്നെ അതാണല്ലോ, നമ്മളിങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുക, അതിൻ്റെയൊക്കെയുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്സ് എന്താ, അതാണല്ലോ നമ്മളെ ഇതിൻ്റെ ഉദ്ദേശം. അപ്പം ആദ്യം ഒന്നുകൂടി ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആരെ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. ഓക്കെ, പിന്നെ k = 2. ഓക്കെ, ഇതാണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മളിപ്പോൾ ഇതുവരെ ചെയ്തെന്താ, നമ്മൾ ഫ്രീക്വൻസി ഡിക്റ്റ് ഉണ്ടാക്കി അതിൽ എത്ര തവണ വരുന്നുണ്ടെന്ന് കൗണ്ട് ചെയ്ത് എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്ത് അതിനെ സോർട്ട് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് പകരം നമുക്ക് ഒരു ആൽഗോരിതം ഉണ്ട്, ബക്കറ്റ് സോർട്ട് എന്ന് പറയും. പക്ഷേ നമ്മൾ അത് യൂസ് ചെയ്യാൻ പോകുന്നില്ല എക്സാക്ട്ലി, പക്ഷേ അതിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ബക്കറ്റ് സോർട്ട് പറഞ്ഞിട്ടൊരു ആൽഗോരിതം ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ഞാനൊന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ബക്കറ്റ് സോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന അരയിൽ ഏറ്റവും മാക്സിമം നമ്പർ എന്താണെന്ന് നോക്കും. എന്നിട്ട് അത്രയും മാക്സിമത്തിലേക്കുള്ള മൊത്തം ലിസ്റ്റ് ആദ്യമാണ് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ആ ലിസ്റ്റ് മൊത്തം ആദ്യം ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ ഏതൊക്കെ ആൾക്കാർ എവിടെയൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് അതിലങ്ങനെ ആഡ് ചെയ്തിടുക. അതാണ് അതിൻ്റെ ലോജിക്ക്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ലിസ്റ്റ് എടുക്കാം. ഈ ലിസ്റ്റിനേക്കാളും ഒരു നല്ലൊരു ബെറ്റർ ലിസ്റ്റ് എടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ 1,1,1 പിന്നെ 2,2,2 3 ഇതാണ്. പിന്നെ ഒരു 100 ഉണ്ടെന്ന് വിചാരിച്ചോ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ലിസ്റ്റ്. അപ്പോൾ ബക്കറ്റ് സോർട്ട് എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കും. വലിയൊരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അതിങ്ങനെ അതിലെല്ലാ വാല്യൂസ് 1 തൊട്ടിട്ട് 100 വരെയുള്ള എല്ലാ സാധനവും അതിലുണ്ടാവും. ഓക്കെ, 2 3 ഇങ്ങനെ പോയിട്ട് അവസാനം 100 വരെയുള്ള എല്ലാ ഇതും അതിലുണ്ടാവും. എന്നിട്ട് ഇതിലെന്ത് ചെയ്യും, നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം എത്ര തവണ ഓരോരുത്തർ വരുന്നുണ്ട് എന്നുള്ളത് ഇതിലിങ്ങനെ നമുക്കിങ്ങനെ ഒരു ടേബിൾ പോലെ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യാം അല്ലേ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ 100 ഇതിൽ എത്ര തവണ വരുന്നുണ്ട്, 1 തവണ, 3 ഇതിൽ 1 തവണ, 2 തവണ വരുന്നുണ്ട്, 1 3 തവണ ഉണ്ട്, അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് ഇങ്ങനെ പോവാം. പക്ഷേ ഇത് നമുക്കിവിടെ എക്സാക്ട്ലി യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് അറിയില്ലല്ലോ ഈ ലിസ്റ്റിൻ്റെ ഏറ്റവും മാക്സിമം. ചിലപ്പോൾ ഇത് 100 ആയിക്കാരം, ചിലപ്പോൾ 1000 ഒക്കെ, ചിലപ്പം 1 മില്യൺ 10 മില്യൺ എന്തോ. അപ്പോൾ നമുക്ക് അത്രയും സ്പേസ് ഇവിടെ സ്പെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഭയങ്കര ഇൻഎഫിഷ്യൻ്റ് ആണ്. പക്ഷേ നമുക്കിവിടെ ഒരു ചെറിയൊരു ടെക്നിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവർ ബേസിക്കലി എല്ലാ നമ്പറിനെയും കുറിച്ചാണല്ലോ ഇവർ ഇവിടെ ചെയ്യുന്നത്. അതായത് എല്ലാ നമ്പറും ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് അതിൻ്റെ കൗണ്ടൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മളെന്താ ഇവിടെ കൗണ്ട് ചെയ്യുന്നത് എന്താണ്, ഇതിൻ്റെ ഒക്യുറൻസസ് ആണ് അല്ലേ, എത്ര തവണ ഇത് വരുന്നുണ്ടെന്നാണല്ലോ നമ്മളിതിലിപ്പം ഈ ഇതിൽ സ്റ്റോർ. അപ്പോൾ ഇത് നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് ആലോചിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ മാക്സിമം കൗണ്ട് എത്രയ്ക്കാണ് വരിക, ഇപ്പം ഇത് മൊത്തം 1 1 1
1 എല്ലതും ഒരേ എലമെൻ്റ് ആണല്ലോ ഏറ്റവും മാക്സിമം. അതെത്ര മാക്സിമം നമ്പർ? ഈ ലിസ്റ്റിൻ്റെ ലെങ്ത്ത് അല്ലേ, n ആണ് ഇതിൽ ഏറ്റവും മാക്സിമം വരാൻ പോകുന്ന കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക, എന്ത് ഉണ്ടാക്കുക, ആ കൗണ്ടിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അപ്പം n = ഈ എക്സാമ്പിളിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇത് എത്ര ഉണ്ട്? 3, 6, 7 എണ്ണുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ 7 കൗണ്ടിൻ്റെ ഇത് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഓരോ കൗണ്ട് ഇങ്ങനെ എഴുതുകയാണ്. സോ ഇത്ര കൗണ്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇത് നമ്മളിവിടെ എഴുതിയിട്ട് ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യും, ആ കൗണ്ടിൽ എത്ര ആൾക്കാർ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതും ഒരു ലിസ്റ്റായിട്ടാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം 1 ഒരു തവണ ആരൊക്കെ വരുന്നുണ്ട്, 3, പിന്നെ ഇവിടെ ഉള്ള ഈ ഇത് 100 കേട്ടോ, 100. അപ്പോൾ നമ്മളിവിടെ ഒരു ലിസ്റ്റിൽ ഇങ്ങനെ ചെയ്തു, എന്ത് 3, 100 ഇവരാണ് വരുന്നത്. 2 തവണ വരുന്ന ആൾക്കാർ ആരാ? 2 തവണ വരുന്നത് 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ 2 3 തവണ വരുന്ന ആരൊക്കെ ഉണ്ട്? 1. അപ്പോൾ 1 ഇത് വരുന്നത്. ബാക്കി വേറെ ആരെയും വരുന്നുണ്ട്? ഇവിടെ ആരുമില്ല. 4 തവണ വരുന്ന ആരുമില്ല, 5 തവണ വരുന്ന ആരുമില്ല, 6 വരുന്ന ആരുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രീക്വൻസി ടേബിൾ നമ്മൾ ഉണ്ടാക്കും. ഇങ്ങനെ ഒരു ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ പിന്നെ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ k=2, അതായത് ഏറ്റവും ടോപ്പ് 2 ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ 2 ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം അയാളെപ്പോഴും ഈ അറ്റത്ത് റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരും, റൈറ്റിലാണല്ലോ ഏറ്റവും കൂടുതലുള്ളത്. അപ്പം ചിലപ്പം ഈ 2 പേരേക്കാരും അല്ലേ, k=2 ആകുമ്പോൾ ഈ 2 പേരേക്കാരും. അപ്പം പക്ഷേ ഇവിടെ ശരിക്കും ആരുമില്ല. അപ്പോൾ അടുത്ത ഏറ്റവും പോസിബിൾ ആരാണുള്ള? ഇവർ 2 പേരാണ് അല്ലേ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു ഇറ്ററേറ്റ് ചെയ്തിട്ട് നോക്കുക. 7 ആരെങ്കിലും ഉണ്ടോ? 7 ആരുമില്ല. 6 കൗണ്ട് വരുന്ന ആരുമില്ല. 5 ആരുമില്ല. 4 ആരുമില്ല. 3 ഒരാളുണ്ട്, ആരുമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ റിസൾട്ട് എന്നുള്ളൊരു സാധനത്തിൽ ആഡ് ചെയ്യാം. 3 ആരാളുള്ള? 1 ഉണ്ട്. 1 നമ്മൾ ആഡ് ചെയ്ത് k=2 ഒഴിവാക്കിയപ്പോൾ k=1 ആയി. ഓക്കെ, അപ്പം ഇത് നമ്മൾ ചെക്ക് ചെയ്തു. ഇനി അടുത്ത കേസ് ഇവിടെ എത്തിക്കുക. ഓക്കെ, ഇത് ഇവിടെ ഒരാളും കൂടി, ഇവിടെ 2 ഉണ്ട്. ഓക്കെ, നമ്മൾ 2 ഇവിടെ ആഡ് ചെയ്ത് ഓക്കെ, k=0 ആയി. അപ്പോൾ നമ്മൾ ചെക്കിങ് കഴിഞ്ഞു. ഓക്കെ, ഇതും നോക്കി. അപ്പോൾ ഇവർ 2 പേരെ നമ്മൾ ആഡ് ചെയ്ത് ആൻസറും കിട്ടി. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇതിൻ്റെ കോംപ്ലക്സിറ്റി എത്രയെന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം കോംപ്ലക്സിറ്റി എന്താ? ഈ ടേബിൾ ഉണ്ടാക്കണം നമുക്ക് ഡയറക്റ്റ്ലി, അതായത് ഈ ലിസ്റ്റിൽ നിന്ന് ഈ ടേബിൾ ഉണ്ടാക്കണം. ഈ ടേബിൾ ഉണ്ടാക്കാൻ നമ്മൾ എത്ര തവണ പോകണം? അങ്ങനെ കൗണ്ട് നോക്കാൻ നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ ഫ്രീക്വൻസി ഡിക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഉണ്ടാക്കാൻ നമുക്ക് ഓഫ് n ടൈം കോംപ്ലക്സിറ്റി വേണം. രണ്ടാമത്തത് ഇവൻ്റെ ഈ അടിയത്ത് ഈ ടേബിൾ ഉണ്ടാക്കണം. ഇവർക്ക് ഓരോരുത്തർക്ക്, അതായത് ഈ കൗണ്ടിന് ഇത്ര ആൾക്കാരുണ്ട് എന്ന് പറയണം, അതിനും ഒരു ഓഫ് n ആയി അല്ലേ. പിന്നെ അടുത്തത് എന്താണ്, നമുക്ക് ഇവിടുന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇറ്ററേറ്റ് ചെയ്യണം. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇറ്ററേറ്റ് ചെയ്യണമെങ്കിൽ എത്ര ആവും? ഓഫ് n, മാക്സിമം അത്ര തവണ ഇത് ഉണ്ടാവുള്ളൂ. പിന്നെ അതിനുശേഷം ഇതിലുള്ള ഓരോ എലമെൻ്റ് ഉണ്ടല്ലോ, ആ എലമെൻ്റാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പം ആ എലമെൻറ്റ് ചിലപ്പം k=2 മേലായി കഴിഞ്ഞാൽ മീൻസ് k=2 മേലെ പോകാൻ പാടില്ല. അപ്പോൾ അത് ചിലപ്പം ഇവിടെ 3-4 എലമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതും നോക്കണമല്ലോ. അപ്പോൾ അതും മാക്സിമം എത്രയൊക്കെയാലും ഓഫ് n അതും ഉണ്ടാവുള്ളൂ. അപ്പോൾ ബേസിക്കലി ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് n ഇതിലേറ്റവും മാക്സിമം വരാൻ പോകുന്നത് ഓഫ് n തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ടൈം കോംപ്ലക്സിറ്റി ഓഫ് n ആയി. ഓക്കെ, സ്പേസ് കോംപ്ലക്സിറ്റി നമ്മൾ ഈ ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടേബിൾ. ഈ ടേബിൾ ബേസിക്കലി എന്താണിത്? 2 ടൈംസ് ഓഫ് n ആണ്. ഓക്കെ, അതായത് ജസ്റ്റ് ഓഫ് n. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റി. അപ്പോൾ നമ്മൾ സ്പേസ് കോംപ്ലക്സിറ്റിയും ടൈം കോംപ്ലക്സിറ്റിയും ഓഫ് n ആയി നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്ത്. ഓക്കെ, പിന്നെ നമ്മളെ ഫ്രീക്വൻസി ഡിക്റ്റിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റി ഉണ്ട്, അതും ഓഫ് n ആണ്, ഒക്കെ ഓഫ് n ആണ്. അപ്പം നമ്മൾ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനിലെത്തി, ഓഫ് n. അപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ എവിടെ നിന്നൊക്കെ വന്നു, നമ്മൾ ആദ്യത്തെ നമ്മളെ സൊല്യൂഷന് n log n എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, നമ്മൾ നൈവ് സൊല്യൂഷൻ. എന്നിട്ട് അത് കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് k log n എത്തിച്ച്, പിന്നെ ഇപ്പോൾ നമ്മൾ എവിടെ എത്തി? ഓഫ് n എത്തിച്ച്. അതാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇനി കോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കോഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ആദ്യം മറ്റേതിൻ്റെ കൗണ്ടിങ് വേണ്ട, അതായത് എത്ര തവണ ഇത് വന്നിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ടർ. അപ്പോൾ ആ കൗണ്ടാണ് ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത്. അത് ഞാൻ ഇനിഷ്യലൈസ് ചെയ്തു. അടുത്തത് നമുക്കൊരു ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കണം. ഓക്കെ, ഈ ടേബിൾ എന്താണ്? ഈ കാണുന്ന ഈ ടേബിളാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ എന്താ, എത്ര കൗണ്ട് എത്രയെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതറിയാത്തതുകൊണ്ട് അത് നമുക്ക് എം ടി ആക്കി വെക്കാം. എങ്ങോട്ട് എം ടി ആക്കിയിട്ട് എത്ര വേണം? ഫോർ i ഇൻ റേഞ്ച് ഓഫ്, ആ ടോട്ടൽ ലെങ്ത്ത് എത്ര, നമ്പേഴ്സ് എത്ര ഉണ്ടോ അത്രേ വരുള്ളൂ അല്ലേ, അത്രേ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ലെങ്ത്തിൻ്റെ അത്ര ഉണ്ടാക്കിയാൽ മതി. പിന്നെ റേഞ്ച് ആയതുകൊണ്ട് ലാസ്റ്റത്തെ എലമെൻ്റ് ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു +1 കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിപ്പോൾ അത്രയും ഇപ്പോൾ 6 എണ്ണം ഉള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ 6 MT
കുഞ്ഞ് അരേസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ കൗണ്ട് ഈ സാധനത്തിനെ ഫില്ല് ചെയ്യാം. ഓക്കെ, ഇതിൽ എത്ര ഫ്രീക്വൻസി അല്ലെങ്കിൽ എത്ര തവണ ഓരോന്ന് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ അത് ഫില്ല് ചെയ്യാം. അപ്പം അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ തന്നിരിക്കുന്ന നംസിലൂടെ നമ്മൾ ഇറ്ററേറ്റ് ചെയ്യുക. എന്നിട്ട് കൗണ്ട് ഓഫ് n, അതായത് ആ നമ്പർ എത്ര തവണ വരുന്നു അത് +1 ചെയ്യുക അല്ലേ, ഈക്വൽ ടു 1 ആഡ് ചെയ്യുക എന്തിലേക്ക്, അതിലേക്കുള്ള കറണ്ട് വാല്യൂ. അപ്പോൾ അതിലുള്ള കറണ്ട് വാല്യൂം കൂടി നമുക്ക് ആദ്യം കൗണ്ട് ഡോട്ട് ഗെറ്റ്. ഇത് പൈത്തണിലെ ഡിഫോൾട്ടാണ് ഗെറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എലമെൻറ്റ് ഇല്ലെങ്കിൽ എന്താ റിട്ടേൺ ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ 0. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇപ്പം ഈ ഡിക്ഷണറിയിൽ എത്ര n ഉണ്ട് നോക്കും, n ഉണ്ടോ നോക്കും, ഉണ്ടെങ്കിൽ ആ നമ്പർ കിട്ടും, ഇല്ലെങ്കിൽ 0 എന്ന് കിട്ടും. 0 ആണെങ്കിൽ അതിലേക്ക് +1. അപ്പം എന്താണ് ഉള്ളത് അതിലേക്ക് 1 ആഡ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ആ കൗണ്ടറായി കേട്ടോ. അപ്പം ഒരു നമ്പർ എത്ര തവണ വരുന്നുണ്ടെന്നുള്ള കൗണ്ടറായി. അടുത്തത് നമുക്ക് തന്നിരിക്കുന്ന ഈ 2D ടേബിളില്ലേ, ഫ്രീക്വൻസി എന്നുള്ള ഈ 2D ടേബിൾ ഞാൻ നേരത്തെ വരച്ചെന്ന്, അതിനെ നമുക്ക് ഫില്ല് ചെയ്യണ്ടേ. അതിനെ ഫില്ല് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, ഈ നമ്മൾ കൗണ്ടറിലൂടെ നമുക്ക് പോകാം. അപ്പോൾ നമ്പർ ഉണ്ട്, കൗണ്ട് ഉണ്ട്, ഇൻ കൗണ്ട്. ഓക്കെ, ഇതും കൗണ്ടും കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം, ആ ഫ്രീക്വൻസിയിലെ ഓരോ വാല്യൂ ഫില്ല് ചെയ്യല് വേണ്ടി, അതായത് ഇവിടെയുള്ള ഈ 1 2 3, അതായത് ഈ കൗണ്ടിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ വാല്യൂസ് ഇവിടെ ഫില്ല് ചെയ്യണം. അതാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫ്രീക്വൻസി കൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആദ്യം കൗണ്ടാണ് അപ്പോൾ അതിൻ്റെ കീ. ഓക്കെ, എന്നിട്ട് അതൊരു ലിസ്റ്റാണ്. അപ്പോൾ ആ ലിസ്റ്റിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യും, വരുന്ന നമ്പറിന് നമ്മൾ ആഡ് ചെയ്ത് കൊണ്ടേക്കും. അപ്പം രണ്ട് തവണ അപ്പിയർ ചെയ്ത എല്ലാ നമ്പറും നമ്മളിതിൽ ആഡ് ചെയ്യും. ഓക്കെ, അപ്പം ആ പരിപാടിയും കഴിഞ്ഞ് അടുത്തത് നമുക്ക് നമ്മൾ അവസാനത്തെ റിസൾട്ട് തിരിച്ചു തരാൻ ഒരു റിസൾട്ട് അറിയാം. എന്നിട്ട് നമുക്ക് നമ്മളെ ഫോർ ലൂപ്പ് തുടങ്ങാം. ഓക്കെ, അത് ഏത് ഫോർ ലൂപ്പ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ പോകണ്ടേ. ഇവിടുന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ആരെങ്കിലും ഉണ്ടോക്കുക, ഉണ്ടെങ്കിൽ അവൻ്റെ അകത്തേക്ക് പോയിട്ട് അവിടെ ഏതൊക്കെ നമ്പർ ഉണ്ട് അതിന് നമുക്ക് റിസൾട്ടിലേക്ക് ആഡ് ചെയ്യുക. കെനെ ഇങ്ങോട്ട് ഇങ്ങനെ കെൻ്റെ ലെങ്ത്തിൽ എത്തുന്ന വരെ ചെയ്യുക. കെൻ്റെ ലെങ്ത് ആയി കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ്, നമ്മൾ റിവേഴ്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫ്രീക്വൻസിൻ്റെ ലെങ്ത്തിൽ നിന്ന് നമ്മൾ ആ ടേബിൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ടേബിളിൻ്റെ അവിടുന്ന് ആ അറ്റത്തു നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, അറ്റം -1 ആണ് ഇൻഡെക്സ്. ഓക്കെ, എന്നിട്ട് ഏതുവരെ നമ്മൾ പോവും, 0 എത്തുന്ന വരെ നമ്മൾ പോവും. ഏത് ഡയറക്ഷൻ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റ്, അതായത് റിവേഴ്സ് ഡയറക്ഷൻ. അപ്പോൾ -1 എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റ്, ആ അറ്റത്തുനിന്ന് ഈ അറ്റത്തേക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ തന്നിരിക്കുന്ന നമ്പർ ഫ്രീക്വൻസിയിൽ ഉണ്ടോ നോക്കുക. അതായത് ഇപ്പം അറ്റത്താണെങ്കിൽ എടുക്കുക ഫോർ n ഇൻ ഫ്രീക്വൻസി 5. അപ്പോൾ ഇത് empty ആണെന്നുണ്ടെങ്കിൽ ഈ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, നേരത്തെ എക്സാമ്പിൾ ഇപ്പോൾ 7 ആണ്. ഓക്കെ, 7 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 7 ബേസിക്കലി ഇത് ചെക്ക് ചെയ്യുന്നത് എന്താ, ഇത് ഈ ഫ്രീക്വൻസിയിൽ ഐ എടുക്കും 7, ഇതിലുണ്ടോ, ഇതിലൊന്നുമില്ല, ഇത് empty ആണ്. ഓക്കെ, ഈ empty ലിസ്റ്റ് ആയതുകൊണ്ട് ഈ ഫോർ ലൂപ്പ് ഇവിടെ വർക്ക് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ നമ്മളിവിടെ ഈ 3ൻ്റെ കേസിലെത്തുമ്പം ഇവിടെ ഒരു ഒറ്റ എലമെൻ്റ് ഉണ്ട്, അതുകൊണ്ട് ഈ ഫോർ ലൂപ്പ് വർക്കാവും. ഓക്കെ, ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, റിസൾട്ടിലേക്ക് അവനെ നമ്മൾ ആഡ് ചെയ്യും. ആരാണ്, ആ നമ്പറിനെ n. ഇപ്പം നമ്മളതിൽ മാച്ചാകുന്ന 3 ആയിക്കാരും, അപ്പം ആഡ് ചെയ്യും. ഉണ്ടോ, ഈ 3 കൗണ്ടിൽ ആരാളുള്ളത്, 1 ഉണ്ട്. അപ്പം ഇവിടെ 1 ഇങ്ങനെ ആഡ് ആവും. ഓക്കെ, എന്നിട്ട് ആഡ് ആയിട്ട് നമ്മൾ ഏറ്റവും എപ്പോഴും ചെക്ക് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ റിസൾട്ടിൻ്റെ ലെങ്ത്തും നമ്മളെ കെൻ്റെ ലെങ്ത്തും സെയിം ആയിക്കോളൂ നോക്കുക. ഇത് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ആ ഒരു സെയിം കൗണ്ട് ചിലപ്പോൾ 2 3 4 നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിസൾട്ടിൻ്റെ ലെങ്ത് ആയി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ കെ എന്നിടാം. ഓക്കെ, ആ ലെങ്ത് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ റിട്ടേൺ ചെയ്യുക റിസൾട്ടിനെ, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തോട്ടെ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അവസാനം വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. നമുക്കൊന്ന് ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ടെസ്റ്റ് കേസൊക്കെ സക്സസ്ഫുള്ളി പാസ്സായിട്ടുണ്ട്, നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ദിസ് സൊല്യൂഷൻ അക്സെപ്റ്റ് ആയിട്ടുണ്ട്, ഇത് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ ഡിസ്കോഡ് സെർവറിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. എന്നിട്ട് ഞാൻ അതിലൊരു പ്രൊജക്റ്റും ഇതൊക്കെ ചാലഞ്ചസൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്, ക്യാഷ് പ്രൈസും ഇതൊക്കെ കിട്ടുന്നേക്കാരം. അപ്പോൾ എല്ലാവരും നമ്മളെ ഡിസ്കോഡ് സെർവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.